നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നേന്ത്രപ്പഴവും ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പഴവും അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയും വെച്ചിട്ടുള്ള അപ്പം റെഡിയാക്കി എടുക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ശർക്കരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് ശർക്കര ഇതേപോലെ ചിരകി എടുത്തതാണ്, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ട് നമ്മളിത് നല്ല പോലെ ഉരുക്കിയെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ല പോലെ ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ ശർക്കര നല്ല പോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ അരിച്ച് ഇതിൽ അഴുക്കൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ള ചേരുവകളും നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് പഴം ഒന്ന് വഴറ്റിയെടുക്കണം നെയ്യിൽ ഇട്ടിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതിയാകും. പക്ഷേ നെയ്യാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. നെയ്യൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം വേണ്ട കേട്ടോ. അങ്ങനെ ഇത് ചേർക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഇടുമ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കുമ്പോൾ ഇടയ്ക്ക് നമ്മുടെ അപ്പത്തിൽ കടിക്കാൻ കിട്ടും, അത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. ഞാൻ അപ്പോൾ 2 ഏത്തപ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, ഒരു മീഡിയം സൈസിലുള്ളത്. അത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഈ നെയ്യിലിട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ശരിക്കും ഇത് നമ്മൾ ചക്കടയൊക്കെ ചുടൂലേ, ആ ഒരു ടേസ്റ്റിലാണ്, ആ ഒരു ചക്കടയുടെ ഒരു ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഈ അപ്പം ചുട്ടെടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചക്ക സാധാരണ വേവിച്ചിട്ടാണ് അടയൊക്കെ ചുടാറ്. അപ്പോൾ ഇതൊന്ന് ഈ നെയ്യിലിട്ടിട്ട് പതുക്കെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്, വഴറ്റിയെടുക്കും. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല പോലെ വഴണ്ടി വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ പഴമൊക്കെ ഒന്ന് ഈ നെയ്യ് കിടന്നിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഈ സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ഈ തേങ്ങയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നമ്മൾ പൊടിയൊക്കെ മിക്സ് ചെയ്യില്ലേ, ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാകും. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം പൊടിച്ച ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ തേങ്ങ ഇതിലിട്ടിട്ട് 1-2 മിനിറ്റ് നേരത്തേക്കൊന്ന് ഇതിൻ്റെ ഏത്തപ്പഴത്തിൻ്റെ കൂടെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് നമ്മുടെ അപ്പത്തിൽ കടിക്കാനും കിട്ടും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴണ്ടി വരട്ടെ. ഇപ്പോൾ ഇതാ പഴമൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന, അഴുക്കൊക്കെ മാറ്റി വെച്ചിരുന്ന ശർക്കര നീരുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ശർക്കര നീര് ഈ സമയത്തില്ലേ, വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ ശർക്കര ഉരുക്കിയിട്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം 1-2 മിനിറ്റ് ഇങ്ങനെ ഇതിലിട്ട് തന്നെ വേവിക്കുക. കാരണം ഒന്ന് പഴത്തിലേക്ക് ആ മധുരം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഓഫാക്കാം. ഇപ്പോൾ ഇതാ 1-2 മിനിറ്റ് ഞാൻ ഈ പഴത്തിലിട്ടിട്ട് ശർക്കര നീര് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. നമുക്ക് ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി അപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഗോതമ്പ് പൊടി ഞാനിപ്പോൾ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഈ 240 ml കപ്പിൽ ഞാനങ്ങ് കുറച്ച് പ്രസ് ചെയ്തിട്ടാണ് കേട്ടോ 1 കപ്പ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ വിളയിച്ച് വെച്ചിരുന്ന പഴം ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പോളം പച്ചവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പോളം 240 ml കപ്പിൽ തന്നെയാണ്. എന്നിട്ട് ഒരു വിസ്കോ ഒരു കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒട്ടും കട്ട കെട്ടാതെ, ഗോതമ്പ് പൊടി ഒട്ടും കട്ട കെട്ടാതെ നല്ല സ്മൂത്തായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ കുറവ് തോന്നുകയാണെങ്കിൽ, ഒരുപാട് കട്ടയായിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് കുറച്ച് കട്ട പോലെ തോന്നുന്നത് കാരണം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം.
ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ നേരത്തെ ചേർത്ത് കൊടുക്കാൻ മറന്നു പോയിരുന്നു. അപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ നല്ല പോലെ ഇതങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് സ്റ്റീൽ പാത്രം ആയാലും അത് ആയാലും എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണ എന്തെങ്കിലും തടവി കൊടുക്കുക. അപ്പോൾ നമുക്ക് വേവിച്ചതിന് ശേഷം പെട്ടെന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൊത്തത്തിൽ ഒഴിച്ചിട്ട് ഒരുമിച്ച് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ കട്ടി കുറച്ചിട്ട് 2 ബാച്ചായിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പകുതി ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് മതിയാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒറ്റ ബാച്ചായിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കട്ടി തോന്നുമ്പോൾ കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും നമ്മൾ വേവിക്കാൻ. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഓരോരുത്തർ ഫ്ലെയിമിനും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു 40 മുതൽ 50 മിനിറ്റ് വരെ ചിലപ്പോൾ ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കും. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു. നല്ല പോലെ ആവി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അപ്പം റെഡിയാക്കാൻ വെക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 40 മുതൽ 50 മിനിറ്റ് വരെ ചിലപ്പോൾ സമയം എടുക്കും. അപ്പോൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. വെന്തില്ലെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ അപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു. നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ അപ്പം അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത്രയ്ക്ക് മതി. നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് അടുത്ത ബാച്ച് ഉണ്ടല്ലോ നമ്മൾ ബാക്കി മാവ് വെച്ചിരുന്നത് അതും കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഞാൻ ഇതേപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് വെച്ചിരുന്നത്. അതും കൂടി ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ. ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ മുറിക്കാൻ പാടുള്ളൂ. അപ്പോഴേക്കും നല്ലപോലെ സെറ്റായി വന്നിട്ട് നമ്മുടെ അടിപൊളി അപ്പം റെഡിയായി കിട്ടും. അപ്പോൾ ഇതും വെന്ത് വരട്ടെ. ഇപ്പോൾ നമ്മുടെ അപ്പം നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ നമ്മുടെ അപ്പം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചക്കട പോലെ ഇലയിൽ വെച്ചിട്ട് വേണമെങ്കിൽ ചുട്ടെടുക്കാം. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, ടേസ്റ്റാണ് കേട്ടോ. അതല്ല ഇങ്ങനെ അപ്പം പോലെ ചുട്ടെടുക്കുകയാണെങ്കിലും നല്ലതാണ്. അപ്പോൾ ഇത് നല്ലപോലെ അങ്ങ് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ നല്ല ടേസ്റ്റിയാണ്. കണ്ടില്ലേ, നല്ല അടിപൊളി അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്